Hi everyone, it's me Rahul. Welcome to my Index YouTube channel. So നമുക്ക് വീക്കിലി മാർക്കറ്റ് അനാലിസിസ് പെട്ടെന്ന് പോയി നോക്കിയിട്ട് വരാം. ആൻഡ് നമുക്ക് എന്താണ് മൺഡേ നമ്മുടെ റേഞ്ച് എങ്ങനെയായിരിക്കും മാർക്കറ്റ് ബിഹേവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പോയി ഒന്ന് ഇത് കണ്ട് മനസ്സിലാക്കിയിട്ട് വരാം എങ്ങനെയായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഈ കാര്യങ്ങളൊക്കെ. സോ നമ്മൾ വീക്കിലിയിൽ മാർക്കറ്റിനെ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ നെഗറ്റീവ് ക്യാൻഡിൽ. വീക്കിലിയിൽ നെഗറ്റീവ് ക്ലോസിംഗ് ആണ് മാർക്കറ്റ് തന്നിട്ടുള്ളത്. ബിക്കോസ് ദിസ് ഈസ് ദ ഡോജി അല്ലെങ്കിൽ ഇൻവേർട്ടർ ഹാമർ എന്നൊക്കെ പറയാം. ഓക്കെ, ദിസ് ബിഗ് ക്യാൻഡിൽ ഇൻവേർട്ടർ ഹാമർ ആൻഡ് ബട്ട് ലാസ്റ്റ് വീക്കിൻ്റെ ഉള്ളിലാണ് ഈ ക്യാൻഡിൽ നിൽക്കുന്നത്. സോ ഇൻസൈഡ് ബാറും ആണ്. ഓക്കെ, സോ മാർക്കറ്റ് ഒന്നുകിൽ മുകളിലോട്ട് മൂവ് ചെയ്യാം അല്ലെങ്കിൽ താഴോട്ട് മൂവ് ചെയ്യാം. അതാണ് മാർക്കറ്റ് എന്താണ് വീക്കിലിയിൽ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ നമുക്ക് കാണാൻ കഴിയുന്നത്. സോ നമുക്ക് വേൾഡ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വീക്കിൽ ഡൗ ജോൺസ് അതേപോലെ തന്നെ ഒരു ഈ ഓൾ ടൈം ഹൈയിൽ ആ ഏരിയയിൽ വന്നിട്ട് ക്ലോസ് ചെയ്യാൻ ചെയ്തിട്ടുള്ള അതും ഒരു ഹാമർ ടൈപ്പ് ക്യാൻഡിലാണ്. S&P ഇസ് എ ഗുഡ് S&P 500 നല്ല ഒരു സ്ട്രോങ് ക്ലോസിങ് തന്നിട്ടുണ്ട്. നാസ്ഡാക്കും ഇസ് വെരി ഗുഡ്, ഒരു സ്ട്രോങ് ക്ലോസിങ് തന്നിട്ടുണ്ടായിരുന്നു. ചൈനയുടെ മാർക്കറ്റും ഒരു ഗുഡ് ക്ലോസിംഗ് ആണ് ലാസ്റ്റ് വീക്കിൽ തന്നിട്ടുള്ള. ജപ്പാൻ്റെ മാർക്കറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ്, ലൈക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് പോലെ തന്നെ. FTSE UK മാർക്കറ്റും ഒരു ഹാമറാണ്, അതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് അല്ലെങ്കിൽ ഒരു ഡോജിയാണ് ക്ലോസ് തന്നിട്ടുള്ളത്. സോ ദിസ് എ ബുള്ളിഷ് ക്യാൻഡിൽ ആൻഡ് ഡാക്സ് ഓൾസോ എ ബുള്ളിഷ് ക്യാൻഡിൽ. ആൻഡ് എന്താണ് നമ്മുടെ കൊറിയയുടെ മാർക്കറ്റ് ഒരു ബുള്ളിഷാണ് ബട്ട് ഒരു നെഗറ്റീവ് ഒരു സെല്ലിംഗ് പ്രഷർ ക്യാൻഡിലാണ് ക്ലോസ് തന്നിട്ടുള്ളത്. സോ ഓൾ ഓവർ നമ്മുടെ വേൾഡ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് സൈൻ, പോസിറ്റീവ് സൈനാണ് വേൾഡ് മാർക്കറ്റിൽ. ആൻഡ് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി, നമ്മുടെ ഫ്യൂച്ചർ നിഫ്റ്റി ഒരു എന്താ പറയുക ഒരു ഡോജി ക്യാൻഡിലാണ്, ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് തന്നിട്ടുള്ളത്. നമ്മളിപ്പം നമ്മുടെ നിഫ്റ്റി നമ്മൾ അതിൻ്റെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വീക്ക് ഫുള്ളി നെഗറ്റീവ് ആയിരുന്നു, ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റി തന്നിട്ടുള്ളത്. നിഫ്റ്റിനെ അപേക്ഷിച്ച് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു ലാസ്റ്റ് വീക്ക് നിങ്ങൾക്കറിയാം ഒരുപാട് നെഗറ്റീവ് ന്യൂസൊക്കെ ഉണ്ടായിരുന്നു ബാങ്ക്സിന്. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി ലാസ്റ്റ് വീക്കിൽ നെഗറ്റീവ് ക്ലോസിംഗ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ നമ്മുടെ നിഫ്റ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഈസ് എ ഇൻസൈഡ് ബാർ അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഹാമർ ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ഡോജി ക്യാൻഡിൽ. സോ നമുക്കത് കഴിഞ്ഞ് ഡെയിലോട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡെയില് നിഫ്റ്റി ഒരു ഇൻവിസിബിൾ ഡോജിയാണ് കേട്ടോ. ഡെയില് ഒരു ഇൻവിസിബിൾ ഡോജിയാണ്, ഇറ്റ്സ് എ ഡോജി ക്യാൻഡിൽ, പ്യുവർ ഡോജി ക്യാൻഡിൽ. സോ ഒരു ഇൻഡിസിഷനാണ് ലാസ്റ്റ് ഡേ ഫ്രൈഡേയിൽ ഉണ്ടായിട്ടുള്ളത്. മാർക്കറ്റ് താഴോട്ട് വീണു, എന്നിട്ട് റിക്കവർ ചെയ്തിട്ട് മാർക്കറ്റ് ഒരു ഓപ്പൺ ചെയ്ത ആ റേഞ്ചിൽ പോയി ക്ലോസ് ചെയ്തു. ഈ ഒരു ഇതായിരുന്നു നമ്മുടെ ഫ്രൈഡേ ലാസ്റ്റ് ഡേയിൽ സംഭവിച്ചിട്ടുള്ളത്. സോ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയായിരിക്കും മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഈ ഒരു റേഞ്ച്, ഈ ഒരു മൂവ്മെൻറ്റ് നമ്മുടെ ഫിബ് എടുത്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഇവിടെ വരെ വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ 50% ഈ ഒരു മൂവ്മെൻറ്റ് 50% എന്ന് പറയുന്നത് ഗോൾഡൻ സോൺ ഈ ഒരു റേഞ്ചിലാണ്. ദിസ് ഈസ് അവർ ഗോൾഡൻ സോൺ. സോ ഗോൾഡൻ സോൺ മാർക്കറ്റ് ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല. ഓക്കെ, സോ മാർക്കറ്റ് മേ ബി ടച്ച് അവർ ഗോൾഡൻ സോൺ, ഈ ഒരു റേഞ്ച് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല. സോ ഇതിന് ഞാൻ കളറ് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൂ കൊടുക്കാം. സോ ഈ ഒരു റേഞ്ച് മാർക്കറ്റ് ടച്ച് ചെയ്യാൻ ബാക്കിയാണ്, ഈ ഒരു ഗോൾഡൻ സോൺ. കാരണം മാർക്കറ്റ് ലാസ്റ്റ് വീക്കും ഈ ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ഹെൽത്തി മൂവ്മെൻറ്റ് വീണ്ടും അപ്സൈഡിലോട്ട് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യായിരുന്നു. സോ ഈ ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റ് ഈ ഒരു ഡിസ്കൗണ്ട് സോൺ മാർക്കറ്റിന് ഇപ്പോഴും ഇവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഡിസ്കൗണ്ട് സോൺ 23,400 അല്ലെങ്കിൽ 23,313 ഈ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ഡിസ്കൗണ്ട് സോൺ, നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോണ്ട് ഇതാണ് നമ്മുടെ ഫിബ് റിട്രേസ്മെൻറ്റ് സോൺ 23,400 ആൻഡ് ഈ ഒരു 100 പോയിൻറ്റ് 23,400 23,200 ഈ റേഞ്ചിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഡിസ്കൗണ്ട് സോൺ. ഓക്കെ, സോ അത് മാർക്കറ്റിന് റെസ്പെക്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. സോ അത് അവിടെ കിടന്നോട്ടെ. സോ അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ 1 ഹവറിലോട്ട് വരാം, മാർക്കറ്റിൻ്റെ 1 ഹവറിലോട്ട് വരാം. സോ ഡിസ്കൗണ്ട് സോൺ അവിടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടെ വന്നിട്ട് തിരിച്ച് മുകളിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, 1 ഹവറിലോട്ട് വരാം. സോ മൺഡേ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, മൺഡേ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ റേഞ്ചിൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുക്കാനുണ്ട്. ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് 1 ഹവറിൽ നമുക്കിവിടെ എടുക്കാനുണ്ട്. കണ്ടോ, ഈ ഒരു ഗ്യാപ്പ് മാർക്കറ്റിന് എടുക്കാനുണ്ട്. ആൻഡ് ഇതൊരു ഓർഡർ ബ്ലോക്കും കൂടെയാണ്. ഇത് 1 ഹവറിലെ
നമ്മുടെ ഓർഡർ ബ്ലോക്കും കൂടെയാണ്. സോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തെങ്കിൽ മാർക്കറ്റ് ആദ്യം മുകളിൽ പോയിട്ട് ഇവിടെ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് റിയാക്ട് ചെയ്യും. സോ ഈ ഒരു നിങ്ങൾ മാർക്ക് ചെയ്തിടുക, നിങ്ങളുടെ ഇതിനകത്തോട്ട് 24,331 ഈ റേഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്തിടുക. മാർക്കറ്റ് ഇവിടെ പോയിട്ട് താഴോട്ട് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, 1 ഹവറിലാണ് ഞാൻ ഓർഡർ ബ്ലോക്ക് എടുത്തിട്ടുള്ളത്. സോ ഇതാണ് ആ ഓർഡർ ബ്ലോക്ക് OB. ഓക്കെ, ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതാണ് ആ FVG. ഓക്കെ, ഇതാണ് FVG. സോ ഈ റേഞ്ചിൽ മാർക്കറ്റ് ഒരു നെഗറ്റീവ് റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ താഴോട്ട് ഇവിടെ വരെ ട്രേഡ് ചെയ്യാം. ബട്ട് മൺഡേ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മൺഡേ എലക്ഷൻ റിസൾട്ടാണ്. സോ ഒരു ഈവൻറ്റ് ഡേ ആണ് മൺഡേ. ഓക്കെ, സോ മാർക്കറ്റ് ടെക്നിക്കൽ ലെവൽസ് എല്ലാം ഫെയിൽ ആക്കിക്കൊണ്ട് മാർക്കറ്റ് ആ ഒരു ഈവൻറ്റിൻ്റെ ന്യൂസിൻ്റെ പേരിൽ മാർക്കറ്റ് വോൾട്ടൈൽ മൂവ്മെൻറ്റ് ഉണ്ടാവും, ഒന്നുകിൽ മുകളിലോട്ട് അല്ലെങ്കിൽ താഴോട്ട്. സോ നമുക്ക് മൺഡേ ഒരു 11:30 ഒക്കെ ആകുമ്പോഴത്തേന് നമ്മുടെ ഇലക്ഷൻ്റെ വോട്ട് എണ്ണെല്ലാം തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു 11:30 ഒക്കെ ആകുമ്പോൾ മാർക്കറ്റിന് ഏകദേശം ഒന്ന് മനസ്സിലാവും. സോ രാവിലെ നിങ്ങളൊരു ട്രേഡ് എടുക്കാതിരിക്കുക, ഒന്ന് വെയിറ്റ് ചെയ്യുക മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ന്യൂസ് നിങ്ങൾ അതിനൊപ്പം തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്താണ് ന്യൂസ് എന്ന്. സോ മാർക്കറ്റിന് പോസിറ്റീവായിട്ടാണ്. മാർക്കറ്റിന് ഇപ്പോൾ കറണ്ട് ഗവൺമെൻറ് സെൻട്രൽ നോക്കുന്ന കറണ്ട് ഗവൺമെൻറ് ജയിക്കുകയാണെങ്കിൽ മാർക്കറ്റിന് ഒരു പോസിറ്റീവ് ന്യൂസാണ്. മാർക്കറ്റിന് മുകളോട്ട് നല്ലോണം പോകും. അതല്ല അവിടെ ഗവൺമെൻറ് ഒരു നെഗറ്റീവ് ന്യൂസാണ് വരുന്നെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ നമ്മുടെ ബഡ്ജറ്റ് ഡേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ബഡ്ജറ്റ് ഡേയിലുണ്ടായ പോലെ നല്ലൊരു ഫാൾ താഴോട്ട് വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് റിയാക്ട് ചെയ്യും. ഓക്കെ, ആഫ്റ്റർനൂൺ ഒരു 1:30 കഴിഞ്ഞിട്ട് മാർക്കറ്റിൻ്റെ ഈ നമ്മുടെ ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോൾ മാർക്കറ്റ് റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ മാർക്കറ്റ് ആദ്യം ഒരു ഫാൾ തന്നിട്ട് ഒരു ക്രാഷ് തന്നിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് മൂവ് ചെയ്യും. ലൈക്ക് നമ്മുടെ ഏത് മൂവ്മെൻറ്റ്, നമ്മുടെ ബജറ്റിലെ ദിവസം ഉണ്ടായ മൂവ്മെൻറ്റ്. ഓക്കെ, ബജറ്റിൻ്റെ ദിവസം മാർക്കറ്റ് നെഗറ്റീവ് ന്യൂസ് ആയിരുന്നു, മാർക്കറ്റ് താഴെ വീണു, എന്നിട്ട് മാർക്കറ്റ് തിരിച്ച് റിയാക്ട് ചെയ്തു. കാരണം എന്തുകൊണ്ട് അങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇപ്പം ബംഗാൾ ഇലക്ഷൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ബംഗാൾ ഇലക്ഷനാണ് മാർക്കറ്റ് ഇപ്പം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിസൾട്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇൻഡിസിഷൻ ക്യാൻഡിൽ മാർക്കറ്റിനുള്ളത്. മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യേണ്ടത് മാർക്കറ്റിന് വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു ന്യൂസിന് വേണ്ടിയിട്ടാണ്. സോ അവിടെ ഓൾറെഡി ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് അവർ തന്നെയാണ് വർഷങ്ങളായിട്ട് അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. സോ മാർക്കറ്റ് അവർ തന്നെ വീണ്ടും ജയിക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴോട്ടൊന്ന് വീണ് കഴിഞ്ഞിട്ട് മാർക്കറ്റിന്, കാരണം അവർ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ട് മാർക്കറ്റിന് അത് വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം ഓൾറെഡി വർഷങ്ങളായിട്ട് ആ ഒരു ഗവൺമെൻറ്റാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ സെൻട്രലിൽ ഇരിക്കുന്ന ഗവൺമെൻറ് അവിടെ വന്നാലും വന്നില്ലെങ്കിലും മാർക്കറ്റിന് അവിടെ വലിയ റിയാക്ഷൻ ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, അവർ ജയിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷ് ആവും. തോറ്റ് കഴിഞ്ഞാലും മാർക്കറ്റ് ഒരു ക്രാഷ് കഴിഞ്ഞിട്ട് വീണ്ടും ബുള്ളിഷ് ആവും. സോ ഒരു ക്രാഷ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഈ 23,300 ഇത് നമ്മുടെ റിജക്ഷൻ സോണാണ്. സോ ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും 23,313 ഈ റേഞ്ച് ഉണ്ട്. 23,400 ആണ് 23,200 ഈ ഒരു 100 to 100 പോയിൻറ്റ്സിൻ്റെ റേഞ്ചിൻ്റെ ഉള്ളത് മാർക്കറ്റ് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് അപ്സൈഡിലോട്ട് ട്രേഡ് തന്നെ നോക്കാം. അതല്ല മാർക്കറ്റിൻ്റെ പോസിറ്റീവാണ് ന്യൂസ് എങ്കിലും മാർക്കറ്റ് കണ്ടിന്യൂസ് മൂവ് മുകളിലോട്ട് ചെയ്യും. സോ അതനുസരിച്ച് ട്രേഡ് ചെയ്യാം. സോ മൺഡേ ഞാൻ ഒരു 11:30 12 o'clock കഴിഞ്ഞിട്ടേ മാർക്കറ്റിന് സ്റ്റേബിളായിട്ട് ഞാൻ ട്രേഡ് ചെയ്തുള്ളൂ. രാവിലെ ട്രേഡ് ചെയ്യാൻ ബിഗിനേഴ്സ് പോകരുത്, നിങ്ങൾക്ക് വലിയ ലോസ് ഉണ്ടാവും. മാർക്കറ്റ് രണ്ട് സൈഡിലോട്ട് മൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു സ്റ്റേബിളായിട്ട് ന്യൂസ് എല്ലാം കൺഫേം ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇതാണ് നിഫ്റ്റിയുടെ ലെവൽസും നിഫ്റ്റിയുടെ ന്യൂസസും. അത് നിഫ്റ്റി എങ്ങനെ മൂവ് ചെയ്യുന്നുള്ള വ്യൂ ഇതാണ്. ഓക്കെ, സോ 24,300 താഴോട്ട് ഇതാണ് ഒരു റേഞ്ച്. മുകളിലും ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇവിടുന്ന് താഴോട്ട്, ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട്, ക്രാഷ് കഴിഞ്ഞിട്ട് മുകളിലോട്ട്. അതല്ല ഇലക്ഷൻ അവിടെ ഗവൺമെൻറ് ജയിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് കണ്ടിന്യൂസ് മുകളിലോട്ട് മൂവ് ചെയ്യും. അപ്പോഴും നമുക്ക് അതനുസരിച്ചുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാം. അത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. ഇതുവരെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ അവിടെ പോയി ജോയിൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇലക്ഷൻ ബേസിൽ നമുക്ക് കുറച്ച് സ്റ്റോക്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇപ്പം കറണ്ട് ഗവൺമെൻറ് അവിടെ ജയിക്കുകയാണെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട സ്റ്റോക്ക്, നല്ല മൂവ്മെൻറ്റ് വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ശ്രീ സിമെൻറ്റ്. ഈ സ്റ്റോക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്. സോ ഗവൺമെൻറ് ജയിക്കുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് വരും. പ്രസ്റ്റീജ് എസ്റ്റേറ്റ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെയാണ്. സോ ഈ സ്റ്റോക്കും നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് വരും, വാച്ച് ചെയ്യുക. NCC ഇതിനും നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും മുകളിലോട്ട്. KEI ഇതിനും നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും മുകളിലോട്ട്. ITC ഓൾറെഡി മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ഈ ഒരു ഹൈയുടെ മുകളിൽ നിങ്ങൾക്ക് ഇതിനും ട്രേഡ് ചെയ്യാം, നല്ലൊരു ടാർഗറ്റ് മുകളിലോട്ടുണ്ട്. ബന്ധൻ ബാങ്ക് ഇതും ഓൾറെഡി മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ ഇതും ഈ ഹൈയുടെ മുകളിൽ നിങ്ങൾക്ക് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. ബന്ധൻ ബാങ്ക്
CESE, ദിസ് സ്റ്റോക്ക് ഓൾസോ ഗിവ് എ ഗുഡ് മൂവ്മെൻറ്റ്. ഓക്കെ, ഇതും നല്ല സ്റ്റോക്കാണ്. സോ ഇതും മുകളിലോട്ട് മൂവ് ചെയ്യും, നിങ്ങളിതിനെ വാച്ച് ചെയ്താൽ മതി. ആൻഡ് ഔട്ട് ഓഫ് ന്യൂസ് എൻ്റെ നെക്സ്റ്റ് വീക്കിലോട്ടുള്ള സിങ് ട്രേഡ് ഒന്ന് ഭാരത് എയർടെലാണ്. സോ ഭാരത് എയർടെൽ നിങ്ങൾ ഇതിൻ്റെ മുകളിൽ പൊസിഷൻ എടുക്കാം. നല്ലൊരു ടാർഗറ്റ് ഉണ്ട് മുകളിലോട്ട്, നിങ്ങൾക്ക് ഇതിനെ സിങ് ട്രേഡിലോട്ട് വേണ്ടി ആഡ് ചെയ്യാം. ഹിമാദ്രി ലിമിറ്റഡ് HSCL, ഓക്കെ, ഇത് ഓൾറെഡി ഞാൻ പൊസിഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഈ ഹൈയുടെ മുകളിൽ നിങ്ങൾക്ക് ഇതിനകത്തൊരു പൊസിഷൻ ഓപ്പൺ ചെയ്യാം. ആൻഡ് ബ്ലാക്ക് ബക്ക്, ദിസ് ഇസ് എ ഗുഡ് സ്റ്റോക്ക് ഫോർ എ ലോങ് ടൈം. ഓക്കെ, നിങ്ങൾക്ക് ലോങ് ടൈമിന് വേണ്ടിയിട്ട് ഈ സ്റ്റോക്കിനെ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ നല്ലൊരു ടാർഗറ്റ് മുകളിലോട്ടുണ്ട്. അതിൻ്റെ ഒരു സ്ട്രോങ് ബേസിലാണ് നിൽക്കുന്നത്, നല്ലൊരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. സോ നമുക്ക് ഇവിടെ നിന്ന് ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 650 ഈ റേഞ്ച് വരെ നമുക്കിതിനെ ട്രേഡ് ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് സിങ് സ്റ്റോക്സ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ, നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തോ. ഇതാണ് നമ്മുടെ സിങ് സ്റ്റോക്സ്. ഓക്കെ, സോ ഓൾറെഡി നിഫ്റ്റി, ഞാൻ ജസ്റ്റ് നിഫ്റ്റിയും ലെവൽസ് ഒന്നും കൂടെ കാണിക്കാം, നിങ്ങൾ നോക്കിക്കോ. ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ മൺഡേയിലെ വ്യൂ. ഓക്കെ, ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ മൺഡേയിലെ വ്യൂ. ഓക്കെ, ദിസ് ഇസ് എ വ്യൂ ഓൺ മൺഡേ. ദിസ് ഇസ് എ വ്യൂ ഓൺ മൺഡേ. ഓക്കെ, സോ ഞാൻ ഒരു ഇവൻ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്യും. നല്ലൊരു ലെവൽസ് കിട്ടിയാൽ മാത്രമേ ഞാൻ ട്രേഡ് ചെയ്യത്തുള്ളൂ. സോ നാളെ മാർക്കറ്റിൽ കാണാം. ബൈ.